വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കണ്ട കേട്ടോ. ഇന്ന് നമ്മൾ നമ്മളുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന ഒരു വെയ്റ്റ് ഗെയിൻ മിക്സാണ് കാണിക്കുന്നത്. ഇത് നമ്മളുടെ ഓവറോൾ ബോഡിക്കും ഹെൽത്തിനും ഹെയറിനും നെയിൽസിനും ഒക്കെ ബെനിഫിറ്റ് ഉള്ളൊരു സാധനമാണ്. അപ്പം നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്തേക്കുന്ന ഇൻഗ്രീഡിയൻസ് വന്നിട്ട് ഫ്ലാക്സ് സീഡ് യൂസ് ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ ബ്ലാക്ക് സെസമി സീഡ്, അതുപോലെ വൈറ്റ് സെസമി സീഡ്, അതായത് നമ്മുടെ എള്ളാണ് യൂസ് ചെയ്തേക്കുന്നത് കേട്ടോ. പംകിൻ സീഡും അതുപോലെ തന്നെ സൺഫ്ലവർ സീഡും യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്കറിയാം പ്രോട്ടീൻ റിച്ച് ആണ്, ഹെൽത്തി ഫാറ്റ്സ് ഉണ്ട്, ഫൈബേഴ്സ് വരുന്നുണ്ട്, വിറ്റമിൻസ് വരുന്നുണ്ട്, അതുപോലെ മിനറൽസ് എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള സാധനമാണ്. ഫ്ലാക്സ് സീഡ് എടുക്കുമ്പോൾ 50 ഗ്രാം എടുത്താൽ മതി, ബാക്കിയെല്ലാം 100 ഗ്രാംസിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതെല്ലാം യൂസ് ചെയ്യുന്നത് കൊണ്ടിട്ട് നമുക്ക് എന്തൊക്കെ ബെനിഫിറ്റാണ് കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സെസ്മി സീഡിൽ നിന്ന് കാൽഷ്യവും അയണും എന്തായാലും കിട്ടും, നല്ല രീതിയിൽ നമുക്കത് കവർ ചെയ്യാനായിട്ട് പറ്റും. പംകിൻ സീഡിൽ നിന്ന് സിങ്കും മഗ്നീഷ്യവും നമുക്ക് കിട്ടാറുണ്ട്. അതുപോലെ തന്നെ സൺഫ്ലവറിൽ നിന്ന് വിറ്റമിൻ ഇ, നമ്മുടെ നെയിൽസിനും ഹെയറിനും ഏറ്റവും കൂടുതൽ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നതാണ് വിറ്റമിൻ ഇ, അറിയാമല്ലോ. ഫ്ലാക്സ് സീഡ് വരുന്നത് ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇത് ഹെൽത്തി ആയിട്ട് നമുക്ക് വെയിറ്റ് ഗെയിൻ ചെയ്യാനാണെന്ന് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് കാഷ്യൂസും ആൽമണ്ട്സും ആഡ് ചെയ്യുക. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓട്സിൻ്റെ പൗഡർ യൂസ് ചെയ്യാം കേട്ടോ. ഇത് നിങ്ങൾക്ക് സ്മൂത്തിയിലോ അല്ലെങ്കിൽ പാലിലോ ഒക്കെ മിക്സ് ചെയ്ത് കഴിക്കാം. ഡയറക്റ്റ് പൗഡറായിട്ട് കഴിക്കുന്ന ആൾക്കാരും ഉണ്ട്. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ലഡ്ഡു പോലെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റും കേട്ടോ. ഇതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ഡേറ്റ്സും കൂടി ഇൻക്ലൂഡ് ചെയ്താൽ മതി. എനിക്ക് പൗഡർ ഫോമിൽ കഴിക്കാനാണ് ഇഷ്ടം, അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ ഉണ്ടാക്കുന്നത്. ഇത് ഓവർ ഹീറ്റിൽ വെച്ചിട്ട് ചൂടാക്കരുത് ഒരിക്കലും, മെല്ലെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചൂടാക്കാനുള്ളത്. എന്നിട്ട് നല്ല രീതിയിൽ ഇത് തണുത്തതിന് ശേഷം മാത്രം മിക്സിയുടെ ജാറിൽ, അത് കഴുകി വൃത്തിയാക്കി നല്ല ഉണങ്ങിയ മിക്സിയുടെ ജാറിൽ വേണം ഇത് അടിച്ചെടുക്കാനായിട്ട്. ഒരു തരി വെള്ളമുണ്ടെങ്കിൽ നമുക്ക് ചീത്തയായി പോകും കേട്ടോ. ഇത് 1 മന്ത് വരെ നമുക്ക് ഈ ഒരു 100 ഗ്രാംസ് ഓഫ് സാധനങ്ങൾ വെച്ചിട്ടുള്ള പൊടി നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇത് ഞാനും അമ്മയാണ് കഴിക്കാറുള്ളത്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷുഗർ ഉള്ള പേഷ്യൻസ്, പ്രഷർ, കൊളസ്ട്രോൾ, അവർക്കൊക്കെ അവരുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് കേട്ടോ. നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റും ഞാനിത് നല്ല രീതിയിൽ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ജാറാണ്. അതിനകത്ത് ഒരു തരി വെള്ളമില്ല. അതിനകത്തോട്ട് നമ്മൾ ഈ മിക്സ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് മെല്ലെ ക്രഷ് ചെയ്തോ അല്ലെങ്കിൽ ജസ്റ്റ് പൊടിച്ചെടുക്കുക. ഓവറായിട്ട് അരഞ്ഞു പോവുകയാണെങ്കിൽ നമുക്ക് എണ്ണ പോലെ ആയി പോവും, നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല. ഈ പൊടി മാത്രം ഞാൻ സെപ്പറേറ്റ് ഒരു കണ്ടെയ്നറിൽ മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. ഇത് നമുക്ക് പിന്നീട് യൂസ് ചെയ്യാനായിട്ട് എടുക്കാം. പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് മാത്രം ഞാൻ ജാഗ്രി യൂസ് ചെയ്ത് അതും മിക്സിയിലിട്ട് അടിച്ചിട്ട് അതും ഇട്ട് ഇതേപോലെ എടുക്കുന്നുണ്ട്, ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് കുറച്ചുകൂടി ടേസ്റ്റിയാണ്. നമുക്ക് എന്തെങ്കിലും പൊടി ആയിട്ട് കഴിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പാലിലൊക്കെ കലക്കി കുടിക്കാം. ഞാനിതിപ്പോൾ രാവിലെ ഒരു സ്പൂണൊക്കെ കഴിക്കും, ഇല്ലെന്നുണ്ടെങ്കിൽ പാലിലിട്ട് കലക്കി കുടിക്കും. നേരത്തെ ഞാൻ പയറും ആൽമണ്ട്സും ഒക്കെ ആഡ് ചെയ്യുമായിരുന്നു, കടല അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യുമായിരുന്നു. കടല എന്ന് പറയുമ്പോൾ നമ്മുടെ പരിപ്പുണ്ടല്ലോ, അതാണ് നമ്മുടെ പൊട്ട് കടല എന്ന് പറയുന്ന സാധനം, അതൊക്കെ ഞാൻ ആഡ് ചെയ്യുമായിരുന്നു. പക്ഷെ അതെനിക്ക് വെയിറ്റ് ഗെയിൻ ആണ് കൂടുതൽ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഇപ്പോൾ ഇതൊന്നും യൂസ് ചെയ്യുന്നില്ല, എനിക്ക് വെയിറ്റ് ഗെയിൻ വേണ്ട, പക്ഷേ എനിക്ക് ഹെൽത്തി ആയിട്ടുള്ളൊരു ഡയറ്റ് ഫോളോ ചെയ്യുന്നത് കൊണ്ടിട്ട് നല്ല രീതിയിൽ ഈ ഒരു മിക്സ് ഹെൽപ്പ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ എനിക്ക് ഭയങ്കര ക്ഷീണം തളർച്ചയൊക്കെ വരാറുണ്ടായിരുന്നു ഇടയ്ക്ക്, വിറ്റമിൻ ഡിൻ്റെ ഡെഫിഷ്യൻസി കൊണ്ടിട്ട്. അപ്പോൾ ആ ഒരു ടൈമിൽ ഞാൻ ഈ ലഡ്ഡു മിക്സ്, അതായത് ഈ ലഡ്ഡു പോലെ ഉണ്ടാക്കി വെക്കുന്ന ഈ സാധനം ഞാൻ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. കുറേ നാൾ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന സാധനമായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്ന, അടിപൊളിയായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു സാധനമാണ്. ആരും തന്നെ സ്കിപ്പ് ചെയ്യരുത്, നല്ല രീതിയിൽ ഉണ്ടാക്കി കഴിക്കാനായിട്ട് നോക്കുക. നമ്മൾ എന്താണോ നമ്മുടെ ശരീരത്തിന് അകത്തോട്ട് കൊടുക്കുന്നത് അതായിരിക്കും പുറത്തോട്ട് റിഫ്ലക്റ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.